ഹലോ, അങ്ങനെ വാർ 2 ഉണ്ട്. വാർ 2 എന്നല്ല പറയേണ്ടത്, Y2 എന്നാണ് പറയേണ്ടത്. എന്നാ മൂഞ്ചിയ പടമാണ് എടുത്തു വെച്ചേക്കുന്നത്. കൂലിയുടെ ക്ഷീണത്തിന് ശേഷം ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് കാണുമെന്ന് വിചാരിച്ചിട്ടാണ് പോയി കണ്ടത് കേട്ടോ. അയൻ മുഖർജിയാണ് ഡയറക്ടർ, യശ് ചോപ്രയുടെയാണ് പ്രൊഡക്ഷൻ, സ്പൈ യൂണിവേഴ്സാണ്. അതിനകത്ത് നമ്മുടെ വാർ 1 ടൈഗർ ഷ്രോഫ് ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു ക്യാമിയോട്ടാണ് വരുന്നത്. പടത്തിനകത്ത് ഒന്നുമില്ല, കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ആക്ഷനൊക്കെ അടിച്ച് കയറ്റി വെച്ചേക്കുവാണ്, പക്ഷേ ആക്ഷൻസിനൊന്നും ഒരു മീനിങ്ങും ഇല്ല. കാറിൽ പറക്കുന്നു, കാറിൽ പറന്നിട്ട് നേരെ ട്രെയിനിൻ്റെ മുകളിൽ ലാൻഡ് ചെയ്യുന്നു, ട്രെയിനിൽ ലാൻഡ് ചെയ്തിട്ട് പിന്നെ എടുത്ത് ചാടുന്നു. എൻ്റെ പൊന്നു, കിയാര അഡ്വാനി ഒണ്ടി എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ സിനിമയ്ക്ക് അത് കാസ്റ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഋത്തിക് റോഷൻ്റെ ലുക്ക് കാണാം, അത്ര തന്നെ. ജൂനിയർ NTRൻ്റെ 6 പാക്ക് അത് ഒറിജിനൽ ആണോ എന്ന് ഡൗട്ടാണ് കേട്ടോ എനിക്ക്. VFX ഒക്കെ ചില സ്ഥലത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വെറുത്തു പോകും. അപ്പോൾ ഓവറോൾ ഞാൻ ഈ പടത്തിന് 5-1 കൊടുക്കുന്നു. മ്യൂസിക്കിനും സിനിമാറ്റോഗ്രാഫിക്കും വേണ്ടിയിട്ട്. ആക്ഷനും അത്യാവശ്യം തിരക്കേടില്ല. ഇതേപോലുള്ള 400 കോടി രൂപ ചിലവാക്കിയ സിനിമ എന്തിനാണ് ഇവർ ഇങ്ങനത്തുള്ള മൂഞ്ചിയ പടങ്ങളെടുക്കുന്നത് ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ബോളിവുഡ് ഏകദേശം തീരാറായി കേട്ടോ. നല്ല ഏത് പടങ്ങളാണുള്ളത്? തഗ് ലൈഫ്, റെട്രോ, എമ്പുരാൻ 2, കൂലി, ഇപ്പോൾ വാർ 2, ഇതേപോലുള്ള ബിഗ് ബഡ്ജറ്റുകൾ പടങ്ങളൊക്കെ പൊട്ടി പാളിഷാവാണ് ബോക്സ് ഓഫീസിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോ, നമ്മുടെ മലയാളത്തിലൊക്കെ കുറച്ച് നല്ല പടങ്ങൾ ഇപ്പോഴും നല്ല നല്ല സിനിമകൾ ലോ ബഡ്ജറ്റിൽ ഇറങ്ങുന്നുണ്ട്. എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ. മുംബൈ കാ മല്ലു ഫ്രം ദമാം.